വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. ഗൗതമിക്കുട്ടി എന്തോ സർ? നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. മോടെ ശബ്ദം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നല്ല സ്ഫുട്ടമായിട്ട് കേട്ടിങ്ങനെ. താങ്ക് യു സർ. നന്നായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. മെയിൻ ആയിട്ട് കണ്ണ എന്ന് പാടുന്നില്ലേ, ആ സ്ഥലം ഒന്ന് പാടാവോ? മഞ്ജുളയുടെ മഞ്ജുളയുടെ മാനസ ശ്രീ കോവിലിൽ കണ്ണ ആ ഒരു പേസ് വേണം. പിന്നെ അണിയുന്ന ഒരു അഞ്ജനം മണിമുകിലെ, ആ മുകിലെ ശരിയല്ലേ? പോയി ആ മുകിലെ എന്നുള്ളത് അത് കഴിഞ്ഞ് സ്വീകരിക്കുവാണ്, സ്വീകരിക്കുമല്ല, സ്വീകരിക്കൂ. 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 ആ രാഗത്തിന്റെ ഭാവം കൂടെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ ഈ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മോളെ. എന്തായാലും ടോട്ടലി നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ഗൗതമിക്കുട്ടി, എന്തോ സർ? എനിക്കും ആ വോയിസിനെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. നല്ല വോയിസ് ആണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പൊ എന്തായാലും കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗൗതമിക്കുട്ടി, ഇനി കൂടുതലൊന്നും പറയാനില്ല. നല്ല രസമായിട്ട് മോളുടെ ശബ്ദം തന്നെ മോക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇങ്ങനെ അതിൽ തെറ്റുപാടിയാലും പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നല്ല ഗെയിൻ ആണ്, നല്ല വോയിസ്, പിന്നെ നല്ല വാക്കുകൾ പറയുന്നതും ചില വാക്കുകൾ ഒഴികെ നല്ല സ്ഫുടതയുടെ കാര്യത്തിൽ രണ്ടുപേരും എടുത്തു പറഞ്ഞു. നല്ല ഫീൽ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട്, നല്ലൊരു ഒരു എന്താ പറയാ, ഒരു ഭക്തി. അത് ഈ രാഗത്തിന്റെ പ്രത്യേകതയാണ്. ശരിക്കും ആ വിസ്താരയിൽ നമ്മൾ ആ കണ്ട ആ കണ്ണന്റെ രൂപവും, പിന്നെ മോള് പറയുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് കണ്ണ പുണ്യ ദർശനമേകൂ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് മോളത് അറിഞ്ഞു പാടി മനസ്സിൽ തട്ടി നമുക്കത് ഫീൽ ചെയ്തു. ടെൻഷൻ കൂടെ ഒഴിവാക്കിയ ഇതിലും നമുക്ക് ഗംഭീരമാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കേ മാം, താങ്ക് യു. ശങ്കർ സർ, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ചാടി ചാടി വന്നപ്പോ തന്നെ എനിക്കറിയാം നല്ല എനർജി ആയിട്ട് നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ഗൗതമി ഗുഡ്. താങ്ക് യു സർ. പിന്നെ കീപ് ഇറ്റ് അപ്പ്, ഫൈനൽസിൽ വരണം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടാണിത്. അദ്ദേഹം ചെയ്ത ഒരു സിനിമയിലെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നേരിയ പട്ടുറുമാൽ. അപ്പൊ അതിലൊരു ചെറിയ ഇൻസിഡന്റ് ഞാൻ പറയാം, ബിക്കോസ് അതിൽ ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്ലാസിക്കൽ സോങ് ആണ്, നെടുമുടി മണിച്ചേട്ടൻ, മേനക, പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ 3 പേരും കോമ്പീറ്റ് ചെയ്ത് പാടുന്ന ഒരു പാട്ടാണ്, 4 പേര്. അതൊരു ക്ലാസിക്കൽ സോങ് ആണ്. പെട്ടെന്ന് അവിടെ വന്നപ്പോ ഈ പാട്ടെടുത്ത് എന്റെ കയ്യിൽ തന്നു. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാനത് പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം വലിയൊരു എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു, വലിയൊരു പണ്ഡിതനാണ് അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുട്ടി നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട്. പണ്ടത്തെ ആ ഗുരുജി പറയുന്നില്ലേ, ദക്ഷിണാമൂർത്തി സാറിന്റെ കൂടെയൊക്കെ ഇരിക്കാനുള്ള, അവരുടെ കൂടെയൊക്കെ അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടില്ല. പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഗുരുക്കളൊക്കെ നോക്കുക, എന്ത് നല്ല ഭയങ്കര പൊലൈറ്റാണ്, അമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ നിങ്ങൾ താലോലിച്ച് നിങ്ങൾ മുകളിൽ കൊണ്ടുവന്ന് ഇടുന്നത്. സോ ഗോഡ് ബ്ലെസ് യു. നന്നായിട്ട് ഇത് സെമി ഫൈനലാണ്, ഫൈനലിൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. രേഖ ചേച്ചിക്ക് വേണ്ടി പെട്ടെന്ന് എന്റെ മനസ്സിൽ സ്വരകന്യകമാർ വീണമീട്ടുകയാ, കുളിരോളങ്ങൾ പകർന്നാടുകയാ, തങ്കരഥ വീറി വന്നു പൂന്തിങ്കൾ പിന്മണിയ, സുഹൃതവാനിലാരോ പാടും ആശംസാമംഗളമായി, സ്വരകന്യകമാർ വീണമീട്ടുകയാ, കുളിരോളങ്ങൾ പകർന്നാടുകയാ. Thank you so much. Love you. Love you too. So today we are giving you 97.5 out of 100. Thank you sir. ആദ്യ ഒരു സുശീലമ്മ പൂക്കുട്ടി. Thank you sir. ഗൗതമിക്കുട്ടി, ഇന്ന് നമുക്ക് സെമി ഫൈനലിൽ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലേ? കലക്കണം. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കട്ടോ.